കുറച്ച് കടുപ്പായല്ലേ? ഹലോ ഫ്രണ്ട്സ്, 2024 ജൂലൈ മാസം 30 പട്ടാമ്പി വീണ്ടും ഒരു പ്രളയത്തിൻ്റെ പിടിയിൽ അമരുകയുണ്ടായി. ഇതിനു മുൻപ് 2007-ലും 2018-ലും 2019-ലൊക്കെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴ കര കവിഞ്ഞൊഴുകി പട്ടാമ്പി പാലം മൂടുകയുണ്ടായി. അതേ പരിപാടി ഇത്തവണയും ആവർത്തിച്ചിരിക്കുകയാണ് കേട്ടോ. അന്നത്തെ ദിവസം 2024 ജൂലൈ മാസം 30 വൈകുന്നേരത്തെ കാഴ്ചകൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. രാവിലെ നമ്മൾ പട്ടാമ്പി വഴി പാലക്കാട്ടേക്ക് പോകുമ്പോൾ വെള്ളം സാധാരണ പോലെ പാലത്തിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് ഒഴുകിയിരുന്നത്. ഇത് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ പട്ടാമ്പി പാലം മൂടിയിട്ടുണ്ട്. അപ്പം പാലം മൂടിയതുകൊണ്ട് നമ്മൾ ആറങ്ങോട്ട് വഴി പോകാമെന്നുള്ള കരുതിയിട്ട് ഒരു പൊന്നാനി ബസ്സിൽ കയറി. പൊന്നാനി ബസ്സിൽ കയറിയപ്പോഴാണ് അവർ പെട്ടെന്ന് റൂട്ട് മാറ്റി. അവർ പട്ടാമ്പി വരെ മാത്രമാക്കി. നമ്മൾ വിചാരിച്ചത് എന്താ, ഈ പട്ടാമ്പിയിൽ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ആറങ്ങോട്ടുകര വഴി ചെറുതുരുത്തി വഴി കറങ്ങി പോകുന്നുള്ളായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഉണ്ടായില്ല. എന്നാൽ തൊട്ട് പുറകെ വന്നൊരു ഗുരുവായൂർ ബസ്സും അതും ഇതുപോലെ ആറങ്ങോട്ടുകര വഴി തിരിഞ്ഞു പോകാണ്ട് പട്ടാമ്പിയിൽ റൂട്ട് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പട്ടാമ്പിയിൽ വന്നിറങ്ങിയിട്ട് പള്ളിപ്പുറം വഴി വെള്ളിയാങ്കൽ പാലം കടന്ന് നിർത്താലോ, അങ്ങനെ കൂറ്റനാട് എത്താമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊന്നും അല്ല ഉണ്ടായത്. ഇതിപ്പോൾ രാവിലെ പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. രാവിലെ 8 മണി സമയത്ത് പട്ടാമ്പി പാലത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു കുഴപ്പമില്ല, കുറച്ച് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഏകദേശം പാലത്തിൻ്റെ മുകളിൽ തട്ടാൻ വരുന്നു എന്നൊക്കെ ഉള്ളൂ. പക്ഷേ അത് ഭീകരാവസ്ഥയൊന്നുമില്ല. പക്ഷേ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും സ്ഥിതി മാറി. പട്ടാമ്പിയിൽ പാലം ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് പള്ളിപ്പുറം വഴി വെള്ളിയാങ്കൽ പാലം കിടക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്താണ്ടായത്, സ്റ്റാൻഡിൽ വന്ന് നോക്കിയപ്പോൾ ഒറ്റ പള്ളിപ്പുറം ബസ്സും ഇല്ല. അന്നത്തെ ദിവസം പാലക്കാട്, പെരിന്തൽമണ്ണ, വളഞ്ചേരി ആ ഭാഗത്തു നിന്ന് വന്ന ബസ്സുകളെല്ലാം തന്നെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. കാരണം പട്ടാമ്പി കമാനത്തിൻ്റെ അടിയിൽ വെള്ളം കയറിയിട്ട് അതിൽ കൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. ഇവിടെ പോലീസുകാർ ആളുകളെ വഴി തിരിച്ചു വിടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വന്ന ബസ്സാണ്. ഈ ബസ് ഇവിടെ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. നമ്മളിപ്പോൾ റെയിൽവേ കമാനത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ വരെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പുഴയിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. അതായത് റെയിൽവേ ട്രാക്കിലേക്ക് കയറുക, എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടി നടക്കുക, ട്രാക്കിൽ കൂടി നടന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനകത്തുകൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആ വഴി കൂടെ പോകാം കേട്ടോ. അവിടെ നിന്ന് കുഴപ്പമില്ല. ഇപ്പൊ തന്നെ പിടിക്കണ്ട, അവിടെ പിടിക്കാം.
ഈ പാലത്തിന്റെ മുകളിൽ നടന്നല്ലേ ഞാൻ വന്നിട്ട് ചൂണ്ടലും ചെറുതൂത്തി എത്തിച്ചേ വണ്ടി വണ്ടിക്കാർ പോണേ കണ്ടേ എന്താണ്ടായി അപ്പുറ കണക്കം ഓക്കെ അല്ലേ? ഇങ്ങനെ എത്തി കുറച്ച് കടുപ്പായല്ലേ? കുട്ടനാട് പോണല്ലേ? കുട്ടനാടല്ലേ? ആ കുട്ടനാട് വണ്ടി കൊണ്ടാന്നൊക്കെ പള്ളിപ്പുറം ഈ കൊടിമുണ്ട വഴിയില്ലേ? ആ അത് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ മൂടും ഈ പുഴവക്കത്തൂടെ അല്ലേ? ഇപ്പം ഇങ്ങനെ വെള്ളം പൊങ്ങി റോഡ് മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് നിരവധി ആളുകളാണ് റെയിൽവേ ട്രാക്ക് വഴിയുള്ള യാത്ര നടത്തുന്നത്. ഒരു ഫ്രണ്ടുമായി സംസാരിച്ചതിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു പള്ളിപ്പുറത്തേക്ക് പോകാനേ ഈ റെയിൽവേ ട്രാക്ക് കൂടെ നേരെ ഇങ്ങോട്ട് നടന്നു പോയി എന്നാണ് പറഞ്ഞത്. വേറെ വണ്ടിയൊന്നും പുള്ളിക്ക് കിട്ടിയില്ല അത്രയും. നന്നായിട്ട് വെള്ളം കയറി എല്ലാ ഭാഗത്തും റോഡ് മുങ്ങിയതുകൊണ്ട് പട്ടാമ്പിയിൽ നിന്ന് നേരെ പാലം അപ്പുറം കിടക്കണമെങ്കിൽ, അതായത് കൂറ്റനാടേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു വഴി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതായത് പട്ടാമ്പിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ശങ്കരമംഗലം മുതല വഴിയൊക്കെ എത്തി അവിടുന്ന് വെള്ളിയാങ്കലിലെത്തി വെള്ളിയാങ്കൽ പാലം കടന്നിട്ട് കൂറ്റനാടേക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ റൂട്ട് ബസ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ KSRTCയുടെ പൊന്നാനി ഡിപ്പോയുടെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനെ കടന്നവർ പോകണ്ടായി. ഇതല്ലാണ്ട് കൂറ്റനാട്ടേക്ക് കിടക്കാൻ വേറെ 2 വഴിയുള്ളത്. ഒന്ന് വളാഞ്ചേരി എത്തി കുറ്റിപ്പുറം വഴി ഈ ഹൈവേ കൂടെ നേരെ വന്ന് പെരുമ്പിലാവോ അല്ലെങ്കിൽ എടപ്പോള വന്നിറങ്ങിയിട്ട് പോവുക. വേറെ ആളെ കൊണ്ട് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ നേരെ ഷൊർണൂർ എത്തി തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം വഴി വന്ന് അദ്ദേഹം പെരുമ്പിലാവിൽ ഇറങ്ങി എന്നിട്ട് കൂറ്റനാടേക്ക് വരണ്ടായി. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴി താഴോട്ടിറങ്ങി മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. മെയിൻ റോഡിൽ നമ്മളിവിടെ കാണുന്നു ഇതാ വീണ്ടും ഒരു വെള്ളക്കെട്ട്. നേരത്തെ കണ്ട കമാനത്തിന് മുകളിൽ നിന്ന് കണ്ട വെള്ളക്കെട്ടിൻ്റെ ഒരു എൻഡ് ഈ ഭാഗത്താണ്. ഇവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവർ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണ് കേട്ടോ. നിരവധി ആളുകളാണ് ഇന്നത്തെ ഈ കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ആക്ച്വലി വെള്ളം കയറി നിൽക്കുന്ന ഈ പ്രദേശം നല്ല റോഡാണ്. പക്ഷേ വെള്ളം റോഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് വണ്ടിക്ക് അത് കൂടെ പോകാൻ പറ്റില്ല. വണ്ടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ എഞ്ചിനിൽ വെള്ളം കയറി ആകെ താറുമാറാവും. ഇപ്പോൾ നമുക്ക് കാണാം ഈ കടയുടെ അകത്തൂടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തൂടെ ഒരു പാസേജ്. ആ പാസേജിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പുഴയുടെ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ ആ വ്യൂ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിറയെ ആളുകളാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ആ കൊണ്ട സുരക്ഷയുടെ ഭാഗമായിട്ട് കടകളെല്ലാം അടച്ചിട്ടുണ്ട്. അതിൻ്റെ ആളുകളൊക്കെ മാറിയിരിക്കണം. കാര്യം കടയൊക്കെ വേഗം അടയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് കൂടുതലായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞാൽ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്ന ആളുകളാണ്. അവർ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സെക്കൻഡിന് വേണമെങ്കിലും ഇവിടുത്തെ എസ്കേപ്പ് ആവാൻ പാകത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഗുരുവായൂരപ്പൻ അമ്പലമാണ്. ഇതിൻ്റെ കോമ്പൗണ്ടിലും ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്ന് പട്ടാമ്പി പാലത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. ഇവിടെ നമ്മളെത്തുമ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതായത് ഓരോ മഴക്കാലം ആകുമ്പോഴും ഓരോ പട്ടാമ്പിക്കാരനും പരിസരവാസിയൊക്കെ ആലോചിക്കുന്ന കാര്യം, അവർ സംസാരിക്കുന്ന കാര്യം ഇപ്രാവശ്യം പട്ടാമ്പി പാലം മൂടുകയോ എന്നുള്ളതാണ്. 2018 മൂടി, 2019 മൂടി, അതിനു മുമ്പ് 2007 മൂടി.
പിന്നെ 1980 മറ്റേ മൂടിയിട്ടുണ്ട് അത്ര. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. നിരവധി ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടെ സുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസിൻ്റെ കാവലുണ്ട്. അവർ വടം കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പട്ടാമ്പി സൈഡിൽ നിൽക്കുന്നു. പുഴയുടെ നേരെ മറുകരയിൽ തൃത്താല സൈഡിലും ഇതുപോലെ ആളുകൾ കാഴ്ചയ്ക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ പുഴ നിന്ന് തകർത്ത് അലച്ചൊഴുകാണ്. ഇതിൻ്റെ കൈവരിയൊന്നും കാണാനില്ല. അതൊക്കെ മറികടന്നതിന് മുകളിൽ കൂടെ അങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപാരൊരു സംഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വെള്ളം കണ്ടതാണ്. അതെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നെത്തുമ്പോൾ കാണുന്ന കാഴ്ച അതാണിത്. ഒരു ബസ് പോലും ഓടാൻ പാകത്തിനില്ല. 3 ബസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതൊരു ഹാൾട്ടാക്കിയ ബസ്സുകളാണ്. എല്ലാ ബസ്സുകളും ഇവിടെ നിന്ന് ഒഴിഞ്ഞ് കടകളൊക്കെ ഒഴിപ്പിച്ചു. യാത്രക്കാരാരുമില്ല. ഇവിടെ ഉള്ളത് കുറച്ച് കാഴ്ചക്കാർ മാത്രം. അപ്പോൾ നമുക്ക് പുഴയുടെ ഭാഗത്തെ ഈ യാത്രക്കാരിരിക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ, അവിടുത്തെ സംഭവവികാസങ്ങൾ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത് ബസ് സ്റ്റാൻഡിലെ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനാണ്. ഇവിടെ ഒരു തരത്തിലും മടുക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എങ്ങാനും ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കുടുങ്ങിപ്പോകും. ആ തരത്തിലാണ് ഇവിടെ വെള്ളം. ഇത്രയും വെള്ളം ഒറ്റ ദിവസം കൊണ്ട് താഴെ ഇറങ്ങിപ്പോയാലും ഇതിൻ്റെ സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തിയാക്കി പാലം യാത്രയ്ക്ക് തുറന്നു കൊടുക്കാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം.